തിരുസോലയിലൊരു കുടിലാണ്, ഭവനങ്ങളിൽ അതുനിധിയാണ്, പടിവാതില ചെറുതടിയാണ്, നബി തങ്ങളുടെ പൂങ്കുടിലാണ്. ആ കുടിയിലേക്കാണ് നാട്ടുപ്രമാണിയായിരുന്ന അദി ഇബ്നു ഹാത്തിം ത്വാഇ എന്ന ഗോത്രപ്രമുഖൻ കടന്നു വരുന്നത്. സഹാബിമാരുടെ പിടിയിൽ അകപ്പെടുകയാണ്, അവരുമായുള്ള പോരാട്ടത്തിൽ പരാജയപ്പെടുകയാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ സകല അഹങ്കാരത്തിന്റെയും ജാടയുടെയും ഉടയാടകൾ വലിച്ചെറിഞ്ഞ് മദീനത്തേക്ക് വരാൻ നിർബന്ധിതനാവുകയാണ്. അദ്ദേഹം മദീനത്ത് വരുമ്പോ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന ചിത്രം വലിയ ഒരു കൊട്ടാരത്തിൽ ജീവിക്കുന്ന രാജാവാണ്. കാരണം അദ്ദേഹം ജീവിക്കുന്നത് അങ്ങനെയാണ്. തന്നെ പോലെ മദീന എന്ന് പറയുന്ന ഈ വിശാലമായ രാജ്യത്തെ ഭരണാധികാരി ജീവിക്കുന്നത് ഒരു കൊട്ടാരത്തിലായിരിക്കുമെന്ന് അദ്ദേഹം വിചാരിക്കുകയാണ്. പക്ഷേ മദീനക്കാർ അദ്ദേഹത്തെ കൊണ്ടുപോയത് ഒരു ചെറിയ കുടിലിലേക്കാണ്, ഒരൊറ്റ മുറി വീട്ടിലേക്കാണ്. അദ്ദേഹം അത്ഭുതപ്പെടുകയാണ്. ആ വീട്ടിലുണ്ടായിരുന്നത് ഒരേ ഒരു പുതപ്പ് മാത്രമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ അതിഥിയെ ബഹുമാനത്തോടെ സ്വീകരിക്കുകയാണ്. ആ പുതപ്പ് തന്റെ അതിഥിക്ക് വേണ്ടി വിരിച്ചു കൊടുക്കുകയാണ്. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെറും നിലത്തിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മനസ്സിൽ മാറ്റത്തിന്റെ കാറ്റ് വീശാൻ ഒരുങ്ങുകയാണ്. ഇതൊരിക്കലും ഒരു രാജാവിന്റെ സ്വഭാവമല്ല, ഇത് അല്ലാഹുവിന്റെ മഹത്തായ ഹിദായത്തിന്റെ വെളിച്ചവുമായി കടന്നു വന്ന സത്യത്തിന്റെ തിരുദൂതൻ തന്നെയാണ്. അദ്ദേഹം വിശുദ്ധമായ ദീനിലേക്ക് കടന്നു വരികയാണ്. ആ മനോഹരമായ മസ്ജിദുൻ നബവി എന്ന കുടിലിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബിമാരോടൊപ്പം ഇരിക്കുന്ന ഒരു രംഗം. താരങ്ങൾക്കിടയിൽ ഒരമ്പിളിയോ റസൂലുള്ളാഹ്, ആമ്പൽ കൂളത്തിലെ താമരയോ, സന്ധ്യാർക്കൻ മണ്ണിലിറങ്ങിയതോ ഹബീബുള്ളാഹ്, വൈഡൂര്യക്കുന്നിലെ മഞ്ചരിയോ. ഓർത്തു നോക്കൂ പ്രിയപ്പെട്ടവരെ, ആ സ്വഹാബിമാർ